ഓക്കെ ആണോ? ഓക്കെ. സ്തോത്രം. ആരോൺ വർഷിപ്പ് ലീഡ് ചെയ്തപ്പോൾ എനിക്ക് അത്ര ക്ലിയർ അല്ലായിരുന്നു ഇവിടെ. അവിടെ ഓക്കെ ആയിരുന്നോ? പക്ഷെ എനിക്ക് തോന്നുന്നു ഇടയിൽ എവിടെയോ ഒരു നെറ്റിൻ്റെ ഇറക്കം പ്രയാസമുള്ളതുപോലെ ഫീൽ ചെയ്തു. കർത്താവിന്റെ ദാസൻ അൻസരി പാസ്റ്റർ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനത്തെ ഒരു പ്രവർത്തനങ്ങൾക്ക് അവിടെ നേതൃത്വം കൊടുക്കുവാൻ തക്കവണ്ണം കർത്താവ് എടുത്ത് ഉപയോഗിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യുകയാണ്. റീച്ചാൻ പ്രിയ സിസ്റ്റർ ആരോണൊക്കെ കാണുന്നതിൽ വലിയ സന്തോഷമുണ്ട്. പ്രിയ ദേവദാസ് പറഞ്ഞതുപോലെ ബ്ലസീനയുടെ എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ മോളാണ് ബ്ലസീന. പ്രിയ മോളുമായിട്ടും ഇങ്ങനെ ഒരു കൂട്ടായ്മ നടത്താത്തെന്ന് ഓർത്ത് ഇതിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെയൊക്കെ കാണാൻ കഴിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഈ പകലിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് ഒരുമിച്ച് ആയിരിക്കാൻ കർത്താവ് തരുന്ന അവസരങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവിടെ ഇവിടങ്ങളിലായിട്ട് കർത്താവ് നമ്മെ സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതകൾക്കായിട്ട് ദൈവത്തിന് നന്ദി പറയുകയാണ്. ദൈവത്തിന്റെ മാറ്റമില്ലാത്തതയും വിശ്വസ്തതയും നമുക്ക് ഒരുമിച്ച് അനുഭവിപ്പാൻ കർത്താവ് നൽകുന്ന അവസരങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ കരുതലിന്റെ കരമാണ് നമ്മൾ ഇതുവരെ നടത്തിയത്. പരിപൂർണമായിട്ട് നമുക്ക് എല്ലാവർക്കും അത് പറയാനായിട്ട് സാധിക്കും. ഇന്നത്തെ സമയം ഇവിടെ ഒരു ദിവസം കൂടെ മുന്നോട്ടാണ്, വെളുപ്പിനായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ 7 തീയതിയായി. അവിടെ 6 തീയതി വൈകിട്ട് നിൽക്കുന്നു. കർത്താവ് വന്നാൽ ഞങ്ങളായിരിക്കും ആദ്യം പോകുന്നത്. നിങ്ങളുടെ ഇച്ചിരി ലേറ്റ്, ഒരു ദിവസം ഇച്ചിരി മുന്നോട്ടാണ് ഞങ്ങളിവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുകയായിരുന്നു. ഈ നമ്മുടെ വിവിധ ലോക രാജ്യങ്ങളുടെ അകത്ത് വിവിധ ടൈം സോണിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. ഇനി ഇവിടെ വരുമ്പോൾ ഓസ്ട്രേലിയയില് സിഡ്നിയിൽ ഇനി 1 മണിക്കൂർ കൂടെ മുന്നോട്ടാണ്. അങ്ങനെ വ്യത്യാസങ്ങൾ നമ്മുടെ രാജ്യത്ത് തന്നെ ആ ഒരു ടൈം സോണിൽ വ്യത്യാസമുണ്ട്. ഇതൊക്കെ ആണെങ്കിൽ പോലും നമ്മളെ എല്ലാവരെയും കണക്ട് ചെയ്യുന്നത് ദൈവത്തിന്റെ ഒരു സമയം എന്നുള്ളൊരു വിഷയത്തിന്റെ അകത്താണ്, അല്ലെ? ഗോഡ്സ് ടൈം. നമ്മൾ വിഭിന്നമായിട്ടുള്ള ടൈം സോണിന്റെ അകത്താണെങ്കിൽ പോലും ആ വാക്യമൊക്കെ എത്ര എന്താ പറയുന്നത്, വലിയ ആഴമുള്ളൊരു ചിന്തയായിട്ട് എനിക്ക് തോന്നുക. എന്ന് പറഞ്ഞാൽ കാഹളം ധ്വനിക്കുമ്പോൾ അത് എവിടെയാണെങ്കിലും ഏത് സമയ സോണിലാണെങ്കിലും നമുക്കൊക്കെ ഒരുമിച്ചുള്ള ആ ദൈവപ്രവർത്തിക്ക് സാക്ഷ്യം വരുവാൻ കർത്താവ് അവസരം ഒരുക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതകൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഒരു ചിന്ത ഒന്ന് കണക്ട് ചെയ്ത് പറഞ്ഞ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുക. ഈ വിവിധ സമയ സോണുകളിൻ്റെ അകത്ത് നമ്മൾ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും വിശ്വസിക്കാം, ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട്. നമ്മുടെ എല്ലാ വിഷയങ്ങളുടെ അകത്തും ദൈവത്തിന്റെ പ്രവൃത്തി സാധ്യമാകുന്ന ഒരു സമയമുണ്ട്. അത് പ്രാർത്ഥിക്കുന്ന നമുക്ക് ഉള്ളൊരു വലിയൊരു ബലമാണ്, വലിയൊരു ഉറപ്പാണ്. സഭാപ്രസംഗയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് പറയുന്നത്. വിതയ്ക്കുവാൻ, കൊയ്യുവാൻ, അങ്ങനെ പല കാര്യങ്ങൾക്കും ഒരു സമയമുണ്ട്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ അതിൽ ഉറപ്പോടുകൂടെ കർത്താവിന് സ്തോത്രം ചെയ്യണം. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനായ ദൈവമാണ്. അങ്ങനെയുള്ള ദൈവപ്രവർത്തികളെയാണ് ഇന്ന് രാത്രിയിൽ വിഭിന്ന സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് നമ്മൾ പ്രഘോഷിക്കുന്നത്. ഇന്നലകളിൽ ദൈവം നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് പ്രവർത്തിച്ച ആ വലിയ ദൈവപ്രവർത്തികൾക്കായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യും. നിങ്ങൾ പ്രാർത്ഥനയോട് കൂടിയായിരിക്കണേ. അല്പം പ്രിയപ്പെട്ടവരെ ഈ മീറ്റിങ്ങിന്റെ അകത്തുള്ളൂ എങ്കിലും കർത്താവിൻ്റെ ആത്മാവ് എന്തെങ്കിലും വചനത്തിലൂടെ ഇടപെട്ടാൽ മാത്രമേ ഇരിക്കുന്ന രാത്രി നിങ്ങളോട് എനിക്ക് സംസാരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഈ മീഡിയ ഏകദേശം കുറേ നാളായി ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ട്.
ഈ ഒരുപാട് നാളായി ഇപ്പൊ ഇവിടെ വെളുപ്പിനുള്ള ഒരു മോർണിംഗ് പ്രെയർ മാത്രമാണ് ഞങ്ങൾക്ക് ഇപ്പൊ സൂമിലൂടെ നടക്കുന്നുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടായി സംഭവത്തിൽ നിന്നൊന്ന് പ്രസംഗിക്കണമെങ്കിൽ. പക്ഷെ ഈ കോവിഡിന്റെ സമയത്ത് എനിക്ക് തോന്നുന്നു പ്രയറിയിച്ചാനൊക്കെ ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുക. ഏറ്റവും കൂടുതൽ പരിപാടി ഞങ്ങൾ നടത്തിയത് ഇതിനകത്തായിരുന്നു, ഡൽഹി ചർച്ചിലായിരുന്ന സമയത്ത്. ഈ അന്നത്തെ സമയത്ത് ദേവദാസനെ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ഫിസിക്കലായിട്ടൊരു ഗ്യാതറിങ് നടത്താൻ നമുക്ക് ഭയങ്കര ചലഞ്ച്, ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഡൽഹിയിലുള്ള ചർച്ചില് 8 9 ഒക്കെ ഉള്ളെങ്കിൽ പോലും 9 ഈ പറഞ്ഞത് 9 തരത്തിലുള്ള ചിന്താഗതിക്കാരായിരുന്നു. പക്ഷെ അന്നും ഈ ഏത് കാര്യത്തിനും നമുക്കൊരു ബലവും അപ്പൊ ഞാന് വിചാരിച്ചു, പ്രത്യേകിച്ച് റീച്ച് ആൻഡ് ഫാമിലി ഒക്കെ നമ്മളോട് മാത്രമാണ് ഒരു സോഫ്റ്റ് കോർണർ ഉള്ളൂ എന്ന് വിചാരിച്ചപ്പോ മുന്നേ ഇരുന്ന ദേവദാസന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് ഞങ്ങൾക്കൊക്കെ ഒരു തണുപ്പായിരുന്നൊരു കുടുംബം എന്ന് പറഞ്ഞതുപോലെ. അപ്പൊ ഏതെങ്കിലും കാര്യത്തിനൊക്കെ മുന്നിട്ടിറങ്ങുമ്പോൾ നമുക്കൊരു എൻകറേജ് ചെയ്യുന്ന കുടുംബങ്ങൾ വളരെ ചുരുക്കം പറയപ്പെട്ടവരുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, ആ സമയത്ത് ഞങ്ങള് ഈ എന്തൊക്കെ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഒരു കൺവെൻഷൻ നടത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു കോൺഫറൻസ് നടത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, കൗൺസിലിംഗ് പരിപാടി നടത്തണം അല്ലെങ്കിൽ അതിനോടനുബന്ധമായിട്ട് ഇത് നടത്തണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ഈ സൂം വഴി ക്രമീകരിച്ചു. അപ്പൊ നമ്മുടെ കയ്യിൽ ആകെയുള്ളത് 10 ഡിവൈസ് ആണെങ്കിൽ പോലും ഈ കോണ്ടാക്ട് വരുമ്പോൾ 50-55 പേര് സ്റ്റഡി ആയിട്ട് ഈ മീറ്റിങ്ങിന്റെ അകത്ത് കയറും. അത് മീറ്റിങ്ങിനകത്ത് കയറുന്നത് മാത്രമല്ല, ഈ അന്നൊക്കെ മുഴങ്ങിക്കേട്ട ചില പ്രവചന ശബ്ദങ്ങളുണ്ട്. അത് ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു സംഭവമാണ്. എല്ലാവർക്കും വഴിയടഞ്ഞു എന്ന് പറയുന്ന സാധ്യതയുടെ അകത്തും ചില അഭിഷക്തന്മാരൊക്കെ ശക്തമായിട്ട് പ്രവചനാത്മാവിൽ പറയുന്ന ചില ദൈവശബ്ദങ്ങളുണ്ട്. കർത്താവിന്റെ വലിയ പ്രവർത്തികൾ നടക്കുമെന്നൊക്കെ പറയുമ്പോൾ വിശ്വാസത്തോടു കൂടെ അതിനൊക്കെ രാമേൻ എന്ന് പറഞ്ഞപ്പോൾ ദൈവം അത് പറഞ്ഞതുപോലെ ഒരത്ഭുത പ്രവൃത്തിയാക്കി തീർത്തതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഒരു എവിടെ പോയാലും ഒരു ദേവദാസന്മാരോട് പ്രത്യേകം ഒരു ദൈവശബ്ദം ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ ഈ മുഴങ്ങിക്കേട്ട ചില ദൈവശബ്ദങ്ങളുടെ ഒക്കെ റിസൾട്ടാണ് ഇന്ന് ഈ രാത്രിയിൽ ഞാനും ഈ രാജ്യത്ത് ഇരുന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ദൈവത്തിന്റെ വാക്തത്വത്തിൽ മുറുകെ പിടിക്കുന്നവർക്ക് ദൈവത്തിന്റെ വിശ്വസ്തത കർത്താവ് വെളിപ്പെടുത്തും. അപ്പോ സമയ കാല സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, അതിന്റെ മധ്യത്തിൽ കർത്താവ് പറഞ്ഞ വാക്തത്വത്തോട് ഒരു ആമേൻ പറഞ്ഞ് നിൽക്കാൻ കഴിഞ്ഞാൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക, അല്ലെ? അപ്പൊ അതത്ര ഇമ്പോർട്ടൻ്റ്. വിശ്വസിക്കുക മാത്രം ചെയ്യുക. ആ വിശ്വാസത്തിന്റെ അകത്ത് ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊന്നും നോക്കണ്ട. ഒരു ദൈവിക നിയോഗത്തിന് വേണ്ടിയാണ് നിൽക്കുന്നതെങ്കിൽ ദൈവം ചിലതിനെ ഈ കൂട്ടത്തോട് ആഡ് ഓൺ ചെയ്യുന്ന ദൈവമാണ്. വിശ്വസിക്കുന്നുണ്ടോ നിങ്ങള്? ആമേൻ, ആമേൻ, ആമേൻ. പ്രതികരിച്ചുകൊണ്ടിരിക്കണം, കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിങ്ങനെ ഒരു റെസ്പോൺസ് ഒന്നും കിട്ടില്ലെങ്കിൽ പോലും നിങ്ങളെ ഒന്ന് തലയൊക്കെ നാട്ടി ആ വചനത്തെ ഒക്കെ ഒന്ന് ഏറ്റെടുക്കാൻ തക്കവണ്ണം ഒന്നും ഇരുന്നാൽ കർത്താവ് വളരെ ശാന്തമായിട്ട് തന്നെ ഇന്ന് രാത്രി നമ്മളോട് സംസാരിക്കും. അത് നമുക്ക് വിടുതലായി ദൈവപ്രവൃത്തിയായിട്ട് തീരും. നമ്മുടെ ദൈവത്തിന്റെ മറ്റൊരു പ്രത്യേകത, നമ്മുടെ ദൈവം വളരുമാറാക്കുന്ന ദൈവമാണ്. പ്രതിസന്ധികളുടെ അകത്ത് യാതൊരു സാധ്യതയുമില്ലെന്ന് പറയുന്ന വിഷയത്തിന്റെ അകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ അതിൻ്റെ അകത്ത് വളർച്ച നടക്കും. നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ട, കർത്താവേ, ഒരു മുൻമഴയും പിന്മഴയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ദൈവപ്രവൃത്തിയെ സാധ്യമാക്കുന്ന അത്ഭുതങ്ങളിലേക്ക് ഞങ്ങൾക്ക് പ്രവേശിക്കുവാൻ കഴിയുന്ന, മഹത്വം കാണുവാൻ കഴിയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സീസൺ ഞങ്ങളുടെ മുമ്പിൽ
ഉണ്ട്. ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ ഉറയ്ക്കുവാൻ വേണ്ടിയത് ഞാൻ പറയുന്നത്. ദൈവസന്നിധിയിൽ ഉറയ്ക്കുവാൻ, ദൈവസന്നിധിയിൽ ഉറച്ചുകൊണ്ട് കർത്താവിന് മഹത്വം കരേറ്റുവാൻ ദൈവം നമ്മെ ഇടവരുത്തുമാറാകട്ടെ. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് റോമാലേഖനം 8-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ദൈവവചനമാണ്. ആ വാക്യത്തെ ഒന്നെടുത്ത് ധ്യാനിച്ച് വേഗത്തിൽ പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വേഴ്സ് 28. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. 8-ാമത്തെ അധ്യായത്തിന്റെ അകത്ത് പല ചിന്തകളും പറയുന്നുണ്ടെങ്കിലും ആത്മാവിനാൽ ജനിക്കപ്പെട്ട വ്യക്തിക്ക് ആത്മാവിനാൽ മുന്നേറുവാൻ, വളരുവാൻ കഴിയുമെന്നുള്ളൊരു ചിന്തയാണ് ധന്യനായ പൗലോസ് ലീഗ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. അല്ലെ? ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തനം മരിപ്പിക്കുന്നു. അതൊരു ആ ചിന്തയുടെ അകത്ത് നമുക്കെല്ലാവർക്കും ബലപ്പെടുവാൻ കഴിയുന്ന ഒരു സന്ദേശം അതിപ്രകാരമുണ്ട്. എന്നാൽ നമ്മുടെ പ്രവർത്തികളെ അല്ലെങ്കിൽ നമ്മുടെ ജഡത്തെ ജയിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണമെങ്കിൽ ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരണം. അങ്ങനെ മരിപ്പിക്കുക എന്ന് പറഞ്ഞ് അവിടെ കൊണ്ട് നിർത്തുകയല്ല ചെയ്യുന്നത്. അടുത്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യം, ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകും. ആമേൻ, സ്തോത്രം. ദൈവാത്മാവ് നടത്തുന്ന ഏവരും. അപ്പൊ ആ ഒരു നടത്തിപ്പ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ തീർച്ചയായും അറിയണം, ആത്മാവിനാൽ ജഡത്തെ മരിപ്പിച്ചാൽ മാത്രമേ ദൈവാത്മാവിന്റെ ശബ്ദം നമുക്ക് കേൾപ്പാനായിട്ട് കഴിയത്തുള്ളൂ. ഈ 2026 അങ്ങനെയൊക്കെയുള്ള ദൈവശബ്ദങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതിന് എന്നെ എത്ര ഉദാഹരണം പറയാനുള്ള കാര്യം, ഈ ദൈവത്തോട് വളരെ ക്ലോസ് ആയിട്ട് നമ്മൾ വരുന്ന ഒരു സമയമുണ്ട്, വളരെ സമയമുണ്ട്. ആ സമയത്തിന്റെ അകത്ത് നാം ഈ ദൈവശബ്ദം കേൾക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പോകേണ്ടുന്ന വഴി നമുക്ക് കാണിച്ചു തരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ എടുത്തു വെക്കേണ്ട ചുവടുകൾ കൃത്യമായി കേൾക്കത്തക്ക രീതിയിൽ ദൈവവുമായിട്ടുള്ള ക്ലോസ്നെസ്സിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്കത് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒന്നും കൂടെ നിങ്ങൾക്കത് മനസ്സിലാവുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഈ സൂമിലൂടെ എൻ്റെ ശബ്ദം കേൾക്കുന്നതോടൊപ്പം തന്നെ നമുക്കൊന്നും കേൾക്കാൻ കഴിയാത്ത അനേക ശബ്ദങ്ങൾ ഇപ്പോൾ ഈ അന്തരീക്ഷത്തിന്റെ അകത്തുണ്ട്. ശരിയാണ് ഞാൻ ഈ പറയുന്നത്. നല്ലൊരു റേഡിയോ ഇപ്പൊ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേഷൻ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ ആ റേഡിയോയിലൂടെ, ആ സ്റ്റേഷനിലൂടെ ഉള്ള ശബ്ദം നിങ്ങൾക്ക് കേൾക്കാനായിട്ട് കഴിയും. അർത്ഥാൽ നമ്മുടെ കയ്യിലുള്ള ആ ഇൻസ്ട്രുമെന്റ്, ആ ഉപകരണം, അതിനോടനുബന്ധമായിട്ട് നമ്മൾ ട്യൂൺ ചെയ്താൽ കേൾക്കാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ ഇവിടെ പറയുകയാണ്, ഇവിടെ ഈ ശബ്ദമല്ലാതെ, എൻ്റെ ശബ്ദമല്ലാതെ വേറൊരു ശബ്ദമില്ല എന്ന് പറഞ്ഞാൽ എന്നെ പോലെ മണ്ടൻ വേറെ ആരുമില്ല. നിങ്ങൾ എന്നോട് യോജിക്കുന്നുണ്ടല്ലോ അല്ലെ? അപ്പോൾ ഇതുപോലെ തന്നെ ദൈവത്തോട് നമ്മൾ അടുത്ത് വരുമ്പോൾ, ദൈവാത്മാവിൽ നമ്മൾ നിൽക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവശബ്ദം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അങ്ങനെ കേട്ടവരുണ്ടെങ്കിൽ ഒന്ന് കരമൊന്ന് ഉയർത്തിക്കേ. ചില പ്രിയപ്പെട്ടവരൊക്കെ സക്കായിയെ പോലെ മരത്തിൽ കയറി ഒളിച്ചിരുന്ന് ഇടപെട്ടിരിക്കുന്നവരുടെ പോലെ വീഡിയോ ഒന്നും ഓണാക്കിയിട്ടില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുക നിങ്ങളൊക്കെ
കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. സ്തോത്രം. അങ്ങനെയൊക്കെ ശബ്ദം കേൾക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ നമ്മൾ കേട്ടതിൻ്റെ ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ ഈ ദൈവ സാന്നിധ്യത്തോട് അടുത്ത് വരുമ്പോൾ വേറെ ഒരാൾക്കും പറയാൻ പറ്റാത്ത രീതിയിൽ ഇന്ന് രാത്രി കർത്താവിന്റെ നിർമ്മല രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാവുന്ന നമുക്ക് ഒരുമിച്ച് പറയാൻ സാധിക്കും, അവനോട് ചേർന്ന് നടന്നാൽ അവന്റെ ശബ്ദം നമ്മൾ കേൾക്കും. ഓ ശബാല ഹംദരിയ പ്രഭാതല ഹംദുൽ പ്രഭാതലാർത്തല. ഞാൻ ഈ ദൈവശബ്ദം പറയുമ്പോൾ ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞുകൊള്ളണം, ആ നിയർനെസ് ഓഫ് ഗോഡ്, ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാനാ കർത്താവ് നമ്മളെ വിളിച്ചിട്ടുള്ളത്. ഒരു റിലീജിയസ് കപടഭക്തിയിൽ ജീവിക്കുവാനല്ല കർത്താവ് നമ്മളെ വിളിച്ചിട്ടുള്ളത്. ഞായറാഴ്ച മാത്രം കേൾക്കുവാൻ കഴിയേണ്ടതിനല്ല ദൈവം നമ്മളെ വിളിച്ചത്. അവന്റെ ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നത് പോലെ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഈ കൂടിവരവിന്റെ അകത്ത് ഉൾപ്പെട്ടു നിൽക്കുന്ന, ഓ ജീസസ്, ഒരു 30 സെക്കൻഡ് ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവെ, അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങളുടെ കാതുകളെ തുറക്കുമാറാക്കണം. റബനഘടക ജാരപ്രഭാതന വേദികൾക്കമാന ഹർത്തിയാലും യേശുവിന്റെ നാമത്തിൽ. അർത്ഥാൽ ഒരു പ്രവാചകൻ വന്ന് നിന്റെ തലയിൽ കൈവച്ച് ദൂത് പറയുന്നതാണോ നീ കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, അതോ യേശുവിന്റെ ശബ്ദം കേൾക്കണമെന്നാണോ ആഗ്രഹിക്കുന്നത്? ഇന്ന് ഈ രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ചിലതിന്റെ കാതുകളെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് തുറക്കുന്നത് വചനത്തിന്റെ മുമ്പാകെ ഞാൻ അത് ആത്മാവിൽ കാണുകയാണ്. എൻ്റെ ജനം എൻ്റെ ശബ്ദം കേൾക്കുന്നു, എൻ്റെ ജനം എൻ്റെ ശബ്ദം കേൾക്കുന്നു. ഹോളി ടെന്റിലുള്ള പ്രിയപ്പെട്ടവർ ദൈവ സാന്നിധ്യത്തെ അധികമായിട്ട് അനുഭവിക്കുവാൻ കഴിയുന്നവരായി തീരട്ടെ. ദൈവ സാന്നിധ്യത്തെ അധികമായിട്ട് ഹോണർ ചെയ്യുവാൻ, അധികമായിട്ട് ദൈവ സാന്നിധ്യത്തോട് ചേർന്ന് നടക്കുവാൻ കഴിയുന്ന ഒരു അനുഭവം കർത്താവ് നൽകുവാൻ അതിയായി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നോക്കിക്കേ, ദൈവം കോൺസ്റ്റന്റാ. എവിടെയാ നമ്മുടെ വിഷയം? എവിടെയാ ദൈവം കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഞാൻ എത്രത്തോളം അടുത്ത് വരുന്നു? ഈ അടുത്ത് വരും തോറും ഈ ശബ്ദം എനിക്ക് വളരെ ക്ലിയറാ, വളരെ ക്ലാരിറ്റിയാ. പക്ഷെ നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ഒരു സ്ട്രഗിള്, ഈ അകലം കുറയുന്നത് എന്നാ പറയുന്നേ, പൈശാചിക മണ്ഡലങ്ങൾക്ക് അത്രയും ഇഷ്ടമല്ല ഈ അകലം കുറഞ്ഞു വരുന്നത്. ഈ അകലം കുറഞ്ഞു വരുമ്പോൾ ഏറ്റവും നിയറിലേക്ക്, ഏറ്റവും അടുത്ത് ഞാൻ വരുന്ന സമയമാകുന്ന ആ സാഹചര്യത്തിന്റെ അകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും കൊണ്ടുവന്നിട്ട് ഈ ബന്ധത്തെ അകലം കൂട്ടുക എന്നുള്ളതാണ് പൈശാചിക പദ്ധതി. നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും അനുഭവിക്കുന്ന വലിയൊരു സ്ട്രഗിള് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ വലിയ കുഴപ്പമില്ല എൻ്റെ ആത്മീക ജീവിതം, ഞാൻ കർത്താവിന് കേൾക്കുന്നുണ്ട്, കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ആ ഒരു ഫ്രീക്വൻസിയിൽ ഞാൻ ജീവിക്കാൻ തുടങ്ങുന്ന സമയത്ത് അതിനെ പൊളിക്കുവാൻ വേണ്ടിയുള്ള ചില പൈശാചിക മണ്ഡലങ്ങളിലെ പദ്ധതികൾ ഇന്ന് രാത്രി 2026 എത്ര പേർക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച ആ വിഷയത്തിന്റെ മേൽ ജയമെടുക്കാൻ സാധിക്കും? കർത്താവേ, ആ അകലത്തെ എന്നെയും കർത്താവിനെയും തമ്മിൽ അകറ്റുവാൻ വേണ്ടി വെളിപ്പെടുന്ന സകല മേഖലകളെയും ആത്മാവിൽ ജയിക്കുവാൻ കഴിയുന്ന ഒരു അഭിഷേകം എൻ്റെ മേലൊന്ന് നൽകി തരണമെന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചോണം. റാബാന സിഖൽക്കബന ജരഥനാദിയാർത്ഥന. വല്ലാത്ത ഡ്രൈനസ് ബാധിക്കപ്പെടുന്ന വ്യക്തി ജീവിതങ്ങൾ ഈ ശുശ്രൂഷയിൽ ഇന്ന് കണക്ട് ആകുന്നുണ്ട്. ഇന്ന് രാത്രി ഇടിക്കുന്ന ഇടത്ത് ആത്മാവിൽ പ്രാർത്ഥിച്ചോ. നിന്റെ അപ്പനും അമ്മയും കൂടെ ഇല്ലെങ്കിൽ, സഹോദരങ്ങൾ കൂടെ ഇല്ലെങ്കിൽ, നിന്നോട് ഏറ്റവും സമീപസ്ഥമായി നിന്നുകൊണ്ട് സംസാരിക്കുവാൻ കഴിയുന്ന ഒരു ദൈവ സാന്നിധ്യം ഇപ്പോൾ ഇരിക്കുന്ന ഇടത്ത് അനുഭവിക്കത്തക്ക രീതിയിൽ
യേശുവിന്റെ നാമത്തിൽ ദ പ്രസൻസ് ഓഫ് ഗോഡ്, പ്രസൻസ് ഓഫ് ഗോഡ്, റബനഗടഗജന ഖമനഗടഗജന ഹതുരഗന ഹന്തര, യേശുവിന്റെ നാമത്തിൽ ചില പത്മോസുകളെ, ഏകാന്തതകളെ, ഒറ്റപ്പെടലുകളെ കീറി മുറിക്കുവാൻ കഴിയുന്ന ആ ഒറ്റപ്പെടലിന്റെ അകത്തും ആരാധന നഷ്ടപ്പെടാതെ വണ്ണം, ഓ റബൽ പ്രഭാതന ഹന്തൽ കമന ഹന്തര ദികൾ കമനാദരാധര, കർത്ത ദിവസത്തിൽ ഞാൻ ആത്മവിവശതയിലായെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ആത്മാവിൽ ഒരു സ്പിരിച്വാലിറ്റിയുടെ അടുത്ത ഒരു തലമുണ്ടെന്ന് ആത്മാവിൽ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി അതരങ്ങളെ തുറന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. നിനക്ക് വേണ്ടി ഒരു ദൈവ സാന്നിധ്യം ഇപ്പോൾ ഇറങ്ങി നിൽക്കുകയാട്ടോ, ഇറങ്ങി നിൽക്കുകയാ. ഹോളി ടെന്റ് ഈ ടെന്റിനെ വ്യത്യസ്തമാക്കുന്നത് ഇതിന്റെ അകത്ത് ഇറങ്ങി നിൽക്കുന്ന ദൈവ സാന്നിധ്യമാ, ദൈവ സാന്നിധ്യമാ. റബാന ഹബ്ദൽ കമനാദരാധര അർത്ഥമനഘടക ജനാദരാർത്ഥനാദര. എത്ര അധിക ശാപങ്ങൾ ഉന്നയിക്കുവാൻ വേണ്ടി കൂലിക്ക് പ്രവാചകനെ വിളിച്ചു കൊണ്ടുവന്നാലും അവന് പോലും ശപിക്കാൻ കഴിയാതെ വണ്ണം, ഓ ഇസ്രായേലിന്റെ ടെന്റിനെ നോക്കിക്കൊണ്ട് പറയുന്ന ചില വാക്കുകളുണ്ട്. ഈ ടെന്റ് എത്ര മനോഹരം, എത്ര മനോഹരം, പറയത്തക്ക രീതിയിലുള്ള സൗന്ദര്യം ആ ടെന്റിനില്ലെങ്കിൽ പോലും ബിരിയാമിനൊന്നും പറയാൻ കഴിയാതെ വണ്ണം ടെന്റിനെ നോക്കി പറയുക, ഈ ടെന്റ് എത്ര മനോഹരം. അർത്ഥാൽ ഇറങ്ങി നിൽക്കുന്ന ദൈവ സാന്നിധ്യം ആ ആ ആ ആ ഇസ്രായേലിന്റെ കൂടാരത്തെ വ്യത്യസ്തമാക്കിയതുപോലെ ഇന്ന് രാത്രി സമയത്ത് ഈ കൂടിവരവിന്റെ അകത്ത് ആർക്കും ഒന്നും പറഞ്ഞാൽ ആ പറയുന്നതൊന്നും ഏശാതവണ്ണം നമ്മളെ പോകണമെങ്കിൽ ഇതിന്റെ അകത്തെ ദൈവ സാന്നിധ്യത്തെ നമ്മളൊന്ന് അനുഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഓ ജീസസ്, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. എന്നെ വ്യത്യസ്തമാക്കി തീർത്തുന്നത്, എന്നെ വ്യത്യസ്തമുള്ളവനാക്കി നിർത്തുന്നത് എനിക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്ന ദൈവ സാന്നിധ്യമാണ്. അത് ഞാൻ ഇന്ന് രാത്രിയിലും അനുഭവിക്കുന്നുണ്ട്. നമുക്ക് ഈ പഴയ നിയമത്തിലൊരു സഹോദരി, ഹാഗാർ എന്ന് പറയുന്ന ഒരു സഹോദരി, ഈ സഹോദരി പറയുന്ന ഒരു വലിയൊരു റെവലേഷൻ ഉണ്ട്. ഈ മരുഭൂമിയിൽ എത്തപ്പെട്ട് കഴിയുമ്പോൾ താൻ പറയുന്നൊരു കാര്യമുണ്ട്. മറ്റൊന്നുമല്ല, അവിടെ കണ്ടവനെ ഞാൻ ഇവിടെയും കണ്ടുവല്ലോ, അല്ലേ? വായിച്ചിട്ടില്ലേ? അവിടെ കണ്ട ദൈവത്തെ ഞാൻ ഇവിടെയും കണ്ടുവല്ലോ. ആരാ ഈ പറയുന്നത്? നമ്മുടെ രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജാതീയ പശ്ചാത്തലത്തിലുള്ള ഒരു സഹോദരി, ഈ അബ്രഹാമിന്റെ ഭവനത്തിലെ ദാസി. അബ്രഹാമിന്റെ ഭവനത്തിന്റെ അകത്ത് പലപ്പോഴും വെളിപ്പെട്ടുന്ന ദൈവസാന്നിധ്യം ഈ സഹോദരി കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ താൻ പറയുന്ന മറ്റൊരു സാക്ഷ്യത, അത് മറ്റൊന്നുമല്ല, ആ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ ദൈവ സാന്നിധ്യം അത് അവിടെ ഞാൻ കണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ, ആരാധനയുള്ള വീടായിരുന്നു അബ്രഹാമിന്റെ വീട്, യാഗങ്ങൾ നടന്നിട്ടുണ്ട്. അവിടെ ഈ സാന്നിധ്യം ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും അത് അവിടെ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അവിടെ എന്നെ കണ്ട ദൈവം ഇവിടെയും എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത്? ഇതാ നമുക്കുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, എവിടെ നമ്മൾ ആകപ്പെട്ടാലും, അല്ലെ പ്രിയ എലിസബത്ത് സിസ്റ്റർ പ്രാർത്ഥനയിൽ പറഞ്ഞതുപോലെ 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും, ആ വാക്യമൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടു പോകത്തില്ലായിരുന്നു. ആലോചിച്ചിട്ടുണ്ടോ? നമുക്ക് വേണ്ടത്ര രീതിയിൽ ആൾക്കാരൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വലിയ സങ്കടങ്ങളാണ്. പക്ഷെ ഒരു കാര്യത്തിന് 3 പേർ ഒരുമിച്ച് കൂടിയാൽ, അത് നമ്മുടെ കുടുംബത്തിൽ ഒരുമനപ്പെട്ടാൽ അവിടെ ദൈവപ്രവൃത്തി നടക്കുമെങ്കിൽ ഇന്ന് ഈ രാത്രി ഒന്ന് വിശ്വസിക്ക്. അധികം ആളുകളൊന്നും കൂടെ ഇല്ലെങ്കിൽ പോലും ഒരേ ഹൃദയത്തോടെ, ഒരേ മനസ്സോടെ ഇന്ന് രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യത്തിന്റെ മേൽ ദൈവാത്ഭുതം പ്രവർത്തിക്കും. വിശ്വസിക്കുന്നുണ്ടോ?
വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളുടെ ഒരു പ്രാർത്ഥന വിഷയം കേട്ടുകൊണ്ട് ഞാൻ ഈ മീറ്റിങ്ങിന്റെ അകത്തേക്ക് ജോയിൻ ചെയ്തത്. നിങ്ങൾക്ക് ആരാധിക്കുവാൻ കർത്താവ് ഒരിടം ഈ ശുശ്രൂഷയുടെ അകത്ത് ഒരുക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? യേശുവിന്റെ നാമത്തിൽ നാളുകളുടെ പ്രാർത്ഥനയ്ക്ക് ഇന്ന് രാത്രിയിൽ ഒരു ദൈവപ്രവൃത്തി ഇത്രയും പേർക്ക് വിശ്വസിച്ച് അതിൻ്റെ മേലൊരു ആമേൻ പറയാമെങ്കിൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി നിങ്ങൾക്ക് ഒന്ന് ഉറയ്ക്കാൻ കഴിയേണ്ടതിന് ഇപ്പോൾ ദൈവത്തിന്റെ മഹത്വം ആ വിഷയത്തിന്റെ അകത്ത് ചലിച്ച് അധികം താമസിക്കാതെ ഒരു പ്രാർത്ഥന മറുപടി നിങ്ങളുടെ കരങ്ങളിൽ കൊണ്ടുവന്ന് ദൈവം തരുമ്പോൾ യാതൊരു തരത്തിലും ഒരു സംശയത്തിന് പോലും അതിൻ്റെ മേൽ ചിന്ത വരാതെ വണ്ണം ഇത് ദൈവം ഒരുക്കിയതാണെന്ന് എല്ലാവർക്കും ഒരുപോലെ പറയത്തക്ക രീതിയിൽ ഒരു ദൈവ മഹത്വം യേശുവിന്റെ നാമത്തിൽ സ്വർഗം അത് വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. ഒന്ന് വിശ്വസിച്ച് ഒരു ആമേൻ പറഞ്ഞാട്ടെ. കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഈ 50 എണ്ണത്തെ യോജിപ്പിച്ച് ഒരു കാര്യത്തിൽ കൊണ്ടുപോകുന്നതിനേക്കാളും എളുപ്പമല്ലേ 5 എണ്ണത്തെ ഒരു കാര്യത്തിൽ ഉറപ്പിക്കാൻ? അല്ലേ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ ചർച്ചിൽ ആരും തന്നെ ജോയിൻ ചെയ്തിരിക്കാറ്, വെളുപ്പിനായതുകൊണ്ടില്ല, ആരും തന്നെ ജോയിൻ ചെയ്തില്ല. ഞായറാഴ്ചകളിൽ ഒരു 150 ഓഡിയൻസ് ഞങ്ങൾക്കുണ്ട്. ഈ 150 ഓഡിയൻസ് ഉള്ള സമയത്ത് ദൈവത്തിനെ ശുശ്രൂഷിക്കണമെങ്കിൽ എൻ്റെ ഭാഷയിൽ പറഞ്ഞ പാറമടയില് പാറ പൊട്ടിക്കാൻ പോകുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് അവിടെ നിന്നിട്ട് ഒന്ന് വചനം ശുശ്രൂഷിക്കാൻ. പക്ഷെ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഒരു 11 എണ്ണം വരത്തുള്ളൂ, ഒരു 10 11 എന്നെ സുഖമായിട്ട് വചനം സംസാരിക്കാൻ പറ്റുമെന്ന് അറിയാമോ? അല്ലെ ദേവദാസനെ, ഞാൻ ഈ പറയുന്നതോട് യോജിക്കുന്നുണ്ടോ? വചനമില്ലാത്തത് കൊണ്ടോ പ്രിപ്പയർ ചെയ്യാൻ കാര്യങ്ങൾ കുറവുള്ളതുകൊണ്ടോ പ്രാർത്ഥന കുറവുള്ളതുകൊണ്ടല്ല. ഈ ഞായറാഴ്ച വരുന്ന ഓഡിയൻസ് മിക്കതും എന്നെ പറയുന്നത് ഹാജരാകാൻ വേണ്ടി വരുന്നതാണ് കൂടുതലും. അപ്പൊ അവിടെ നമുക്കൊരു വചനം സ്വാതന്ത്ര്യത്തോടു കൂടെ ഒന്ന് സംസാരിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ ഒരു ജനം ആത്മാവിൽ ഒരുക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞേ മതിയാകത്തുള്ളൂ. ഞാൻ ഇന്നലെ കിടക്കുമ്പോൾ വെളുപ്പിന് 2 മണിയുടെ അടുത്തായിട്ടുണ്ട് കിടക്കുമ്പോൾ ഒന്ന് ഉറക്കം പിടിച്ചു വരുമ്പോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഈ പറയുന്ന മൈൻഡ് ഉണർന്നിട്ടില്ല. അതുകൊണ്ട് ഈ വേർഡിൽ എന്താ പറയുന്നെന്നുള്ള കാര്യത്തിന്റെ അകത്ത് ഒരു വ്യക്തതയില്ല. എന്ന് പറഞ്ഞാൽ പൊട്ടത്തരല്ല പറയുന്നതല്ല ഞാൻ ഈ പറയുന്നത്. എന്തെങ്കിലും ഒരു വാക്ക് പറയണമെങ്കിൽ കർത്താവ് തന്നാലേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ ഇരിക്കുന്ന ജനത്തിന്റെ മനോഗതികളെ തിരിച്ചറിഞ്ഞ് സംസാരിക്കണമെങ്കിൽ ദൈവത്തിന് ആത്മാവ് ഇടപെട്ടേ പറ്റത്തുള്ളൂ. അതാണ് ഒരു ശുശ്രൂഷയുടെ അകത്ത് ദൈവാത്മാവ് ഇടപെടുന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ്. ഞാനിത് പറഞ്ഞു വരുന്നത്, നമ്മളോട് സംസാരിക്കുന്ന ഒരു ദൈവാത്മാവ് ഉണ്ടെന്ന് നമ്മൾ ആദ്യം വിശ്വസിക്കണം. അത് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യം, ഇനി ഇവിടെയുള്ള ഈ കൂട്ടത്തിലുള്ള എത്ര പേരാ, 13 പേരിൽ 12 ഡിവൈസിലുള്ള ആളുകൾക്കും ഈ ശുശ്രൂഷ അനുഗ്രഹമായി തീരുന്നില്ലെങ്കിൽ പോലും ശുശ്രൂഷിക്കുന്ന എന്നോട് ദൈവത്തിനാത്മാവ് സംസാരിച്ചാൽ ഇത് വിജയിച്ചു, അല്ലെ? വിജയിച്ചു. ആ ദൈവ ശബ്ദം നമുക്ക് ഏറ്റവും മാധുര്യമുള്ളതായിട്ട് ഇന്ന് രാത്രിയിൽ കേട്ടാൽ എന്ന് പറഞ്ഞാൽ എൻ്റെ വിഷയത്തിന്റെ ഏറ്റവും ഗുരുതരാവസ്ഥയിൽ ഞാൻ ആയിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും കെട്ടഴിക്കാൻ കഴിയുന്ന കർത്താവിന്റെ ശക്തമേറിയ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് മുഴങ്ങി കേൾക്കുമ്പോൾ വിശ്വസിച്ച് ആമേൻ പറഞ്ഞാൽ, ഞാൻ ഈ ചിന്ത പറയുമ്പോൾ ഒരു ചിന്തയിലേക്ക് ദൈവാത്മാവ് കണക്ട് ചെയ്യുക. വേരോട് കൂടെ അത്തി ഉണങ്ങിപ്പോയതുപോലെ ഇന്ന് രാത്രിയിൽ ഒരു ദൈവപ്രവൃത്തി ഒരു ശേഷിപ്പില്ലാതെ നടക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എത്ര പേർക്ക് ആമേൻ പറയാൻ സാധിക്കും? ഇനി ആ വിഷയത്തിന്റെ അകത്ത് ഞാൻ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ കഴിയാത്ത രീതിയിൽ എൻ്റെ കർത്താവ് ഇന്ന് രാത്രിയിൽ ഒരു വാക്ക് കൽപ്പിച്ചാൽ അതിന് വേരോട് കൂടെ ആത്മാവിൽ അത് കണക്ട് ആകുന്നുണ്ടെങ്കിൽ സ്തോത്രം ചെയ്യണം. ചില സീസണുകൾ മാറി വരുന്ന
രോഗബലങ്ങളെ ഇന്ന് രാത്രിയിൽ ആത്മാവിൽ പറ, എന്റെ കർത്താവ് ഇന്ന് രാത്രിയിൽ ഒരു വാക്ക് കൽപ്പിച്ചാൽ വേരോട് കൂടെ ആ വേദന ഇന്ന് രാത്രിയിൽ പിഴുതു മാറിപ്പോകും. വേദന ഇന്ന് രാത്രിയിൽ വേരോട് കൂടെ കർത്താവ് പറിച്ചു കളയും. ഇനി അത് വെളിപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. അങ്ങനെയൊക്കെ ദൈവപ്രവൃത്തി നടക്കുമോ? നടക്കും. അനുഭവിച്ചവർ ഇതിനകത്തുണ്ട്. ഒരു വചന ശുശ്രൂഷയുടെ അകത്ത് തൊട്ടടുത്തിരിക്കുന്ന സഹോദരന് ആണ് ആ ദൂതെന്ന് പറഞ്ഞ് അദ്ദേഹം പ്രതികരിച്ച ആ ദൂതിനെ അല്ല, അത് അദ്ദേഹത്തോടല്ല എന്നോടായിരുന്നു എന്ന് പറഞ്ഞ് ആത്മാവിൽ ഞാൻ അതിനെ ഒരു സ്പോഞ്ച് പോലെ വലിച്ചെടുത്ത ചില സാഹചര്യത്തിന്റെ അകത്ത് വിശ്വസിച്ച എനിക്ക് ആ ദൈവവചനം ദൈവശക്തിയായിട്ട് വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ ദൂതിനോട് കണക്ട് ആകുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ആത്മാവിൽ പ്രതികരിച്ചോണം. പ്രവർത്തിപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ കൈ കുറുകിപ്പോയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായി പോയിട്ടില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വേഗത്തിലുള്ള ചില പ്രാർത്ഥന മറുപടികൾ, അങ്ങനെയുള്ള ചില സാക്ഷ്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ കൂട്ടത്തിന്റെ മേൽ വെളിപ്പെട്ട് വരട്ടെ. ഇന്ന് രാത്രി പ്രാർത്ഥനയിൽ മടുത്തു പോകുന്ന ചില വിഷയങ്ങളുടെ അകത്ത്, ക്ഷീണിച്ചു പോകുന്ന ചില വിഷയങ്ങളുടെ അകത്ത്, നിരാശപ്പെട്ടു പോകുന്ന ചില വിഷയങ്ങളുടെ അകത്ത് യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവപ്രവൃത്തിയെ ആത്മാവിൽ ഞങ്ങൾ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി അത്ഭുതമായി വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നൽകുന്നൊരു ചിന്ത ദൈവസഭയെ നോക്കി ആത്മാവിൽ അത് അങ്ങനെ പ്രവചിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. ദൈവത്തിന്റെ ആത്മാവിൽ അത് അങ്ങനെ തന്നെ ഇന്ന് രാത്രി സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു സന്നാഹങ്ങളും ആ ചർച്ചിന്റെ അകത്തില്ലെങ്കിൽ പോലും അവിടെ പോയി പ്രാർത്ഥിച്ചാൽ എന്റെ വിഷയത്തിന് മറുപടി കിട്ടുമെന്ന് പറയത്തക്ക രീതിയിൽ പ്രയർ ആൻസേഴ്സ് ഈ ദൈവസഭയുടെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് തുറന്നിട്ടിരിക്കാൻ ദൈവത്തിന് ഞാൻ മഹത്വം കൊടുക്കുക. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഒരു പ്രാർത്ഥന വിഷയമുള്ള ഭാരമുള്ള സഹോദരങ്ങൾക്ക് കടന്നു വന്ന് പ്രാർത്ഥിച്ചാൽ, അവിടെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുണ്ട്, പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടെന്ന് പറയത്തക്ക രീതിയിൽ ദൈവത്തിന്റെ മഹത്വമുള്ള കരം ഈ ദിവസങ്ങളിൽ ആലയത്തോടുള്ള ബന്ധത്തിൽ തുറന്നിരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുക. അർത്ഥാൽ അവിടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് സ്വർഗത്തിലെ അപ്പന്റെ ചെവി തുറന്നിരിക്കയാൽ ദൈവം മഹത്വവും വിടുതലും കർത്താവ് പകരും. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏറ്റവും സമീപത്തമായിട്ട് നിന്നുകൊണ്ട് നമ്മളോട് സംസാരിക്കുവാൻ കഴിയുന്ന ദൈവശബ്ദത്തെയും ദൈവ സാന്നിധ്യത്തെയും ആത്മാവിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിനോട് പറയണം, കർത്താവേ, മറ്റെന്തിനേക്കാളും അധികമാണ് എനിക്ക് അങ്ങയുടെ ആത്മാവിന്റെ നടത്തിപ്പറിയണം. സ്തോത്രം. എത്ര പേര് ഇന്ന് രാത്രിയിൽ ദൈവിക നിയോഗങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട്? ദൈവിക നിയോഗം, നടത്തിപ്പ്, ഈ വാക്കൊക്കെ ദൈവദാസന്മാർ പുട്ടിന് പീര പോലെ പറയുന്നൊരു വാക്കല്ല. ഇതിന്റെ ഒക്കെ അകത്ത് വലിയ ദൈവപ്രവർത്തികളുണ്ട്, അല്ലെ? ദൈവിക നിയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ഗൈഡൻസിന്റെ അകത്ത് അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യുവാൻ കഴിയുന്ന ഒരു അനുസരണ മനോഭാവം നമുക്ക് എത്ര പേർക്കുണ്ട്? ഞാൻ ആ ഭാഗത്തെ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഈ കാനാവിലെ കല്യാണ സമയത്ത് കർത്താവ് ഒരു വാക്ക് കൽപ്പിക്കുന്ന ഇപ്രകാരമാ, ഈ പുറത്തിരിക്കുന്ന കൽഭരണി എന്ത് ചെയ്യണം? അകത്ത് കൊണ്ടുവരണം. നമുക്ക് ആ കാര്യം സംഭവിച്ചതായതുകൊണ്ട് ഇന്ന് പറയുമ്പോൾ നമുക്ക് വലിയ ഇമ്പോർട്ടൻസ് ആയിട്ട് തോന്നുന്നില്ല. ഈ കൽഭരണി, ഈ പുറത്തിരിക്കുന്നത് കാല് കഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളം ഒഴിച്ചു വെക്കുന്ന പാത്രമാണ് ഈ കൽഭരണി. നമ്മളോടാണ്
അത് അകത്ത് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ എടുത്തോണ്ട് വരുമോ? പറയാൻ നമുക്ക് എളുപ്പമാണ്. നമ്മൾ അതിൻ്റെ പാത്രത്തിന്റെ അവസ്ഥയും പാത്രത്തിന്റെ ഇരിപ്പും പാത്രത്തിന്റെ ഉപയോഗം ഒക്കെ നമുക്ക് നന്നായി അറിയാവുന്നത് കൊണ്ട് നമ്മൾ കർത്താവിനെ പഠിപ്പിക്കാൻ വേണ്ടി പോകുമായിരുന്നു. പക്ഷെ ഇവർ കർത്താവ് പറഞ്ഞതുപോലെ ചെയ്തു, കർത്താവ് കൽപ്പിച്ചതുപോലെ ചെയ്തു. പുറത്തിരിക്കേണ്ടുന്ന സാധനം അകത്ത് കൊണ്ടുവന്ന് വെക്കുക മാത്രമല്ല, അടുത്ത ഭാഗം അതിൽ വെള്ളമൊഴിക്കുക മാത്രമല്ല, ഒഴിച്ച വെള്ളം കൊണ്ടുവന്ന് കൊടുപ്പിൻ. ഇത് എപ്പോൾ വീഞ്ഞായിട്ട് മാറി ആർക്കും ആ സമയത്തെ പറ്റി അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, കുടിച്ചു നോക്കിയാറെ അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഇത്രയും നല്ലത് എവിടെയായിരുന്നു. എന്നാൽ ഈ രാത്രിയിൽ ഞാൻ ആ ഭാഗത്തുനിന്ന് കണക്ട് ചെയ്തെന്ന് പറയുക, കർത്താവിനെ അനുസരിച്ച് ദൈവിക നിയോഗപ്രകാരം നമ്മളൊരു സ്റ്റെപ്പ് എടുത്തു വച്ചാൽ ഏറ്റവും ശ്രേഷ്ഠകരമായ റിസൾട്ടുകളെ കർത്താവ് പുറത്തെടുക്കും. ആമേൻ, ആമേൻ. അങ്ങനെ ഒരു ദൈവപ്രവൃത്തിയിൽ ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആമേൻ പറ. എന്നിട്ട് അതിനോട് ചേർത്ത് പ്രാർത്ഥിക്കണം, കർത്താവെ അങ്ങ് എന്തെങ്കിലും പറഞ്ഞാൽ അത് അനുസരിപ്പാനുള്ള ഒരു കൃപ എനിക്ക് ഇന്ന് രാത്രി കർത്താവ് നൽകി തരണം. കർത്താവ് എന്തിന് കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യുവാനുള്ള കൃപ എനിക്ക് നൽകി തരണം. അപ്പോ ആത്മാവിനെ കേൾക്കണമെങ്കിൽ ആത്മാവിനാൽ ശരീരത്തിലെ പ്രവർത്തികളെ മരിപ്പിക്കണം. 2, ദൈവാത്മാവിനാൽ നടത്തപ്പെടണം. അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. ആത്മാവിൽ ജനിച്ചത് ആത്മാവിൽ വളരും. ആത്മാവിൽ വളരുന്നതിന്റെ ലക്ഷണമാണ് ആത്മാവിന്റെ നടത്തിപ്പുകളെ അറിയുന്നത്. അതിന്റെ 3-ാമത്തെ ചിന്തയാണ് 24-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. ഒരാമി പറഞ്ഞ്, അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് തുണ നിന്നത് കൊണ്ടല്ലേ നമ്മൾ ഇതുവരെ എത്തപ്പെട്ടത് ആണോ? കർത്താവിന്റെ ആത്മാവ് തുണ നിന്നെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കരങ്ങളൊന്ന് കാണണം. എന്ന് പറഞ്ഞാൽ എന്നെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്തത് എൻ്റെ ലോക്കൽ പാസ്റ്റർ അല്ല, എൻ്റെ മാതാവല്ല, എൻ്റെ പിതാവല്ല, എൻ്റെ സഹോദരനല്ല. എന്നെ ഏറ്റവും കൂടുതൽ തുണ നിന്നത് എന്നോട് കൂടെ നടന്ന ദൈവത്തിന്റെ ആത്മാവാണ്. തുണ നിൽക്കുക. ആ പദം മനസ്സിലാകണമെങ്കിൽ ഈ പഴയ കാലത്ത് യുദ്ധത്തിന് പോകുമ്പോൾ തുണ ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുവാൻ, നമ്മളെ ഹെൽപ്പ് ചെയ്യുവാൻ, നമ്മൾ ശ്രദ്ധിക്കാത്ത മേഖലകളുടെ അകത്ത് നിന്ന് നമുക്ക് അനുഭവിക്കാൻ സാധ്യതയുള്ള ചില പ്രതിസന്ധികളെ കെടുത്തുവാൻ കൂടെ നിൽക്കുന്ന, തുണയായിട്ട് നിൽക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അതുപോലെ ദൈവത്തിന്റെ ആത്മാ സാന്നിധ്യം നമ്മൾക്ക് തുണയായിട്ടുണ്ടെന്നാണ് ഈ പറയുന്നത്. എന്ന് പറഞ്ഞാൽ യഹോവ എനിക്ക് ചുറ്റും പരിച. വാക്യം വായിച്ചിട്ടുണ്ടോ? യഹോവ എനിക്ക് ചുറ്റും പരിച. മുന്നിൽ നിന്ന് വരുന്ന അറ്റാക്കുകളെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അതിനെ നേരിടാൻ കാഴ്ചയാലും പ്രവൃത്തിയാലും നമുക്ക് നടക്കും. ശരിയാണ്, കാണാൻ പറ്റും. ഒരാൾ നമുക്ക് എതിരെ എന്തെങ്കിലും ഒരു പണി ചെയ്യുന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും. അതിനെതിരെ പ്രിക്കോഷൻ, അതിനെതിരെ നമുക്ക് മുന്നേ തയ്യാറെടുപ്പെടുക്കാനായിട്ട് പറ്റും. പുറകിൽ നിന്ന് അറ്റാക്ക് ചെയ്താലോ അതിന് വചനമുണ്ട്, വീഴുവാൻ തക്കവണ്ണം എന്നെ തള്ളി എങ്കിലും യഹോവ എന്നെ പരിപാലിച്ചു. അല്ലെ? വീഴുവാൻ തക്കവണ്ണം തള്ളൽ എവിടുന്ന വന്നത്? പുറകിൽ നിന്ന് വന്നത്. അവിടെയും കർത്താവിനെ പരിപാലിച്ചു. അതിനടുത്തൊരു ആശയമുണ്ട്, യഹോവ എനിക്ക് ചുറ്റും പരിച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പിൽ നിന്ന് മാത്രമല്ല, പുറകിൽ നിന്ന് മാത്രമല്ല, എവിടെ നിന്ന് പ്രയാസം വന്നാലും എനിക്ക് ചുറ്റും പരിചയമായിട്ട് എൻ്റെ കർത്താവുണ്ട്. ഓ ജീസസ്. കാണാത്ത മേഖലകളുടെ അകത്ത് നിന്നും കാണപ്പെടുന്ന മേഖലകളുടെ അകത്ത് നിന്നും
എനിക്ക് ഒരു പ്രയാസം കടന്നു വന്നാലും യഹോവ എനിക്ക് ചുറ്റും പരിചയമായിരിക്കുന്നത് കൊണ്ട് അതൊന്നും എൻ്റെ കുടുംബത്തെയും മേശാതെ വണ്ണം മാറിപ്പോയതാണെന്ന് വിശ്വസിപ്പാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ വചന ദൂത് പറയുമ്പോൾ ഇന്നലകളിൽ ചില പ്രതിസന്ധികളെ ഞാൻ നേരിട്ടത് ദൈവം എനിക്ക് ചുറ്റും പരിചയമായതുകൊണ്ടാണ്. ദൈവം എനിക്ക് ചുറ്റും ചില വിഷയങ്ങൾ വിഴുങ്ങുവാൻ തക്കവണ്ണം എനിക്കെതിരെ അടുത്തു വന്നപ്പോൾ ഈ ദൂത് പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് കണക്ട് ചെയ്യുകയാ. വിഷയങ്ങളുടെ അകത്ത് നിന്ന് നമ്മളെ എടുത്തു മാറ്റിയതുപോലെ കൂടിളക്കി പറക്കുവാൻ പരിശീലിപ്പിച്ചതുപോലെ ദൈവത്തിന്റെ ആത്മാവ് ചില വിഷയങ്ങളുടെ അകത്ത് നിന്ന് നമ്മളെ എടുത്തു മാറ്റിയ ചില അനുഭവങ്ങളെ ആത്മാവിൽ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ കർത്താവിനെ സ്തോത്രം ചെയ്യണം. യേശുവിന്റെ നാമത്തിൽ ദാവീദ് അങ്ങനെ ഒരു വെളിപ്പാട് പറയുന്നുണ്ട്. ഈ ശൗല് കുന്തം കൊണ്ട് കുത്തുവാൻ ഓങ്ങുന്ന സമയം എന്ന് പറഞ്ഞാൽ ചുമരിനോട് ചേർത്ത് നിർത്തി തന്നെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്തിനകത്ത് ദൈവമോ ദാവീദിനെ എടുത്തു മാറ്റി. ജീസസ് അനുഭവിച്ചവരുണ്ടോ? ആ അകലത്തെ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ, ആ അകലത്തെ ഒന്ന് വിശദീകരിക്കാൻ പറഞ്ഞാൽ ആ അകലത്തിന് എത്ര ദൂരം പറയാൻ പറ്റും? ഒരു കുന്തം കുത്തുവാൻ വേണ്ടി മുന്നിൽ നിൽക്കുന്ന സമയത്ത് ആ കുന്തത്തിനും എനിക്കും ഇടയിലുള്ള ആ ഡിസ്റ്റൻസിന്റെ അകത്ത് ആ പോയിന്റിൽ നിന്ന് കർത്താവ് എടുത്തു മാറ്റിയതുപോലെ ചില വിഷയങ്ങളുടെ അകത്ത് നാളുകൾക്ക് മുന്നമേ സ്വർഗത്തിന്റെ കരം നമ്മളെ എടുത്തു മാറ്റിയത് കൊണ്ട് വിഴുകുവാൻ ഭാവിച്ച ചില പ്രതിസന്ധികളുടെ അകത്ത് ഒരു കേടും കൂടാതെ വണ്ണം ദൈവം പരിപാലിച്ചു എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവിനെ സ്തോത്രം ചെയ്യണം. തീയുടെ അകത്ത് നിന്നാ കർത്താവ് വലിച്ചെടുത്തത്, പക്ഷെ തീയുടെ മണം പോലും എനിക്ക് ഏശാതെ വണ്ണം. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ചിലതിനോട് കണക്ട് ആയിട്ട് ആ ദൂത് പറയുകയാ. ആ പ്രയാസം നിമിത്തം അതിന്റെ ഒരു പോയിന്റ് പോലും, ഒരു മാർക്ക് പോലും നിന്നിൽ അവശേഷിക്കാതെ വണ്ണം നിന്നെ സ്വർഗം പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഹൃദ്യംഗമായി ആത്മാവിൽ ആ ദൂത് വിളിച്ചു പറ, തുണയായിട്ട് എനിക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് രാത്രിയിലും ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഞാൻ തകർന്നു പോകാത്തതിന്റെ, ഞാൻ താളടിയായി പോകാത്തതിന്റെ, ഞാൻ ക്ഷീണിച്ചു പോകാത്തതിന്റെ, ഞാൻ പിന്തിരിഞ്ഞ് ഓടാത്തതിന്റെ കാരണം നിങ്ങൾ ആരും അറിയാത്ത ഒരു രാത്രിയിൽ എനിക്ക് വേണ്ടി ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി നിന്നു മാത്രമല്ല ഈ കൽപ്പിച്ചു, പൗലോസേ നീ ഭയപ്പെടണ്ട. ഈ കൂടാരത്തിൽ ഈ പടകിൽ ഉള്ളതിനെ, ഈ കപ്പലിൽ ഉള്ളതിനെ നിനക്ക് ദാനമായി തന്നിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ തുണയായി നിന്ന ദൈവം നമ്മളോട് ഇടപെട്ട ഇന്ന് രാത്രിയിലും ബലത്തോടെ ചില വിഷയങ്ങളെ അഭിമുഖീകരിപ്പാൻ കർത്താവ് കൃപ നൽകി തന്നത്. അപ്പോൾ ആത്മാവ് നമുക്ക് തുണ നിൽക്കുക. ആ തുണ നിൽക്കുന്ന കാര്യത്തിന്റെ അടുത്തൊരു വെളിപ്പാട് അവിടെ പറയുന്നത്, പ്രാർത്ഥിക്കേണ്ട വണ്ണം നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. സമ്മതിച്ചു കൊടുക്കാമോ? നമ്മൾ ഭയങ്കര പ്രാർത്ഥനക്കാരാണെന്നാ പറയുന്നത്. നത്തിങ്. നമുക്ക് പ്രാർത്ഥിക്കേണ്ട വണ്ണം പോലെ പ്രാർത്ഥിക്കാൻ ഇപ്പോഴും അറിയത്തില്ല. ഇത് നാം ഒന്ന് സമ്മതിച്ചു കൊടുക്കാൻ സാധിച്ചാൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വേണ്ടി ചില വിഷയങ്ങൾ ഏറ്റെടുക്കാൻ തുടങ്ങും. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഈ ദൂത് പറയുമ്പോൾ ദൈവം എൻ്റെ പല പ്രാർത്ഥനകളും കേൾക്കാത്തതിനായിട്ട് എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ സാധിക്കും? ഹല്ലേലൂയ. ഞാൻ പറയുന്നത് ഒരു വെളിപ്പാടാ. എൻ്റെ പൊട്ട ബുദ്ധിയിൽ ഞാൻ പ്രാർത്ഥിച്ചു കളഞ്ഞ പല വിഷയങ്ങൾക്കും ഞാൻ പ്രാർത്ഥിച്ചതുപോലെ ദൈവം കേൾക്കാത്തത് കൊണ്ടാ ഇന്നും ഞാൻ കൃപയിൽ നിൽക്കുന്നത്.
കൃപയിൽ നിൽക്കുന്നത്. ആണോ? ആണോ? ചില വഴികൾ ദൈവം എന്റെ മുമ്പാകെ അടച്ചത് കൊണ്ടാ ഇന്ന് ഞാൻ കൃപയിൽ നിൽക്കുന്നത്. അത് ദൈവം അന്ന് തുറന്നിരുന്നെങ്കിൽ, അന്ന് ദൈവം ഞാൻ പ്രാർത്ഥിച്ചതുപോലെ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് ഞാൻ എത്തപ്പെട്ട ഈ നിലവാരത്തിൽ എത്തപ്പെടാൻ കഴിയത്തില്ലായിരുന്നു. ഞാൻ പറയുന്ന ആശയത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നത്. ഏതൊക്കെയോ കാലഘട്ടങ്ങളുടെ അകത്ത് ഞാൻ കൊതിയോടെ, ആഗ്രഹത്തോടെ, ആവശ്യബോധത്തോടെ, വലിയ ഭാരത്തോടെ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ എനിക്ക് മറുപടി കിട്ടിയില്ല. ആ മറുപടി കിട്ടാത്തത് ഇന്ന് രാത്രിയിൽ എനിക്ക് ദൈവത്തോട് പിണങ്ങാനുള്ള എക്സ്ക്യൂസ് അല്ല. എന്റെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ലെങ്കിൽ പോലും അതും എന്റെ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുണ്ട്. ഓഹോ, എത്ര പേർക്ക് രാത്രിയിൽ വിശ്വസിച്ചൊരു ആമേൻ പറഞ്ഞ് ആ ദൂതിന് ഉറയ്ക്കാൻ സാധിക്കും. ഞാൻ പ്രാർത്ഥിച്ചതുപോലെ, ഞാൻ ആഗ്രഹിച്ചതുപോലെ, എൻ്റെ ഹിതപ്രകാരം, എൻ്റെ ഇഷ്ടപ്രകാരം ആ വിഷയത്തിന്റെ അകത്ത് ഒരു പ്രവൃത്തി നടന്നില്ലെങ്കിൽ പോലും ഇന്ന് രാത്രിയിൽ എനിക്ക് എൻ്റെ ദൈവത്തോട് പരാതിയില്ല. എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ആ വിഷയം എൻ്റെ നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവത്തിന്റെ കരം ഇന്ന് രാത്രിയിൽ എൻ്റെ കൂടാരത്തിന്റെ അകത്ത് ഇറങ്ങി നിൽക്കുമ്പോൾ ദോഷമായിട്ടൊന്നും എൻ്റെ കർത്താവ് എന്നോട് ചെയ്യത്തില്ല. എന്നോട് ചെയ്തതൊക്കെ എൻ്റെ നന്മയ്ക്കാണെന്ന് തിരിച്ചറിവകത്തുണ്ടെങ്കിൽ ആത്മാവിൽ വിളിച്ചു പറ. എന്റെ വിഷയത്തിന്റെ അകത്ത് ഞാൻ ആഗ്രഹിച്ചതുപോലെ പ്രാർത്ഥന കേട്ടില്ലെങ്കിൽ പോലും എനിക്ക് എൻ്റെ ദൈവത്തോട് പരാതിയില്ല. കാരണം പ്രാർത്ഥിക്കേണ്ട വണ്ണം പ്രാർത്ഥിക്കാൻ ഇപ്പോഴും എനിക്ക് അറിയത്തില്ലെന്നേ. ഒന്ന് സമ്മതിച്ചു കൊടുത്തേ. ഇന്ന് രാത്രി പ്രാർത്ഥനയുടെ അകത്ത് ഒരു പുതിയ അപ്ഡേഷൻ യേശുവിന്റെ നാമത്തിൽ വരിക. യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്ന, എപ്പോഴും പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു ആത്മതലം ഇന്ന് രാത്രി ചിലതിന്മേൽ കർത്താവ് തുറക്കുകയാണ്. അർത്ഥമന എനിക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല വാസ്തവ. പക്ഷെ ദൈവാത്മ പറയാ, നീ വാഹനം ഓടിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നിനക്ക് ഏറ്റവും സമീപമുണ്ട് കേട്ടോ. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയും, കുക്ക് ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാൻ കഴിയും, ജോലി ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാൻ കഴിയും. ഇന്ന് രാത്രി ആത്മമണ്ഡലം അങ്ങനെ ചിലതിന്റെ മേൽ ഓപ്പണായി കിടക്കുമ്പോൾ ആത്മാവിൽ എപ്പോഴും പ്രാർത്ഥിക്കാൻ കഴിയുന്ന, എപ്പോഴും സ്തോത്രം ചെയ്യാൻ കഴിയുന്ന, എപ്പോഴും ജാഗരിക്കാൻ കഴിയുന്ന ഒരു ദൈവ കൃപയ്ക്ക് വേണ്ടി ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഒരു 30 സെക്കൻഡ് ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ച ആ ദൂതിനെ ഒന്ന് ഏറ്റെടുത്ത് സ്തോത്രം. കർത്താവേ, എന്റെ പ്രാർത്ഥന ജീവിതത്തിന്റെ അകത്ത് മടുപ്പുളവാകുന്നുണ്ട്, ഡ്രൈനെസ് ബാധിക്കുന്നുണ്ട്. കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവേ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ. അല്ല എങ്കിൽ എൻ്റെ പ്രാർത്ഥനകൾ ഉഴപ്പിപ്പോകുന്നുണ്ട്. പക്ഷെ ഇന്ന് രാത്രിയിൽ എൻ്റെ മേൽ പ്രാർത്ഥിപ്പാൻ കഴിയുന്ന ഒരു അഭിഷേകം അങ്ങയുടെ ആത്മാവിനാൽ ഒന്ന് പകരണമെന്ന് പ്രാർത്ഥിപ്പാൻ. യേശുവിന്റെ നാമത്തിൽ എപ്പോഴും പ്രാർത്ഥിപ്പാൻ, എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുവാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ രാത്രി നമ്മെ അതിനു വേണ്ടി ഉറപ്പിക്കുന്ന രാത്രിയായി തീരട്ടെ. ഹല്ലേലൂയ. നമ്മളത് സമ്മതിച്ചു കൊടുക്കണം. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കേണ്ടവണ്ണം പ്രാർത്ഥിപ്പാൻ എനിക്കിപ്പോഴും അറിയത്തില്ല കർത്താവേ. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, പ്രാർത്ഥിക്കുവാൻ വാക്കുകൾ ഉച്ചരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യങ്ങളുടെ അകത്ത് വേദനയായി വരുന്ന ചില വാക്കുകളെ പോലും പ്രാർത്ഥനയാക്കി ഏറ്റെടുക്കുന്ന ഒരു ദൈവമുണ്ട്. അനുഭവിച്ചവരുണ്ടോ? ആ വിഷയത്തിന്റെ അകത്ത് ഞാൻ കുത്തിയിരുന്നൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല, പക്ഷെ എപ്പോഴോ എൻ്റെ ഹൃദയം ഒന്ന് വിതുമ്പി, എപ്പോഴോ എൻ്റെ മനസ്സതിൻ്റെ മേൽ വേദനിച്ചു. പക്ഷെ സ്വർഗം അന്ന് അതൊരു പ്രാർത്ഥനയായി കണക്കാക്കിയത് കൊണ്ടാ ഇന്ന് രാത്രിയിലും ഞാൻ ആ വിഷയത്തിന്റെ അകത്ത് അത്ഭുതം പ്രവർത്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആദരം ചലിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിന്റെ അകത്ത് പോലും എൻ്റെ നെടുവീർപ്പുകളെ പ്രാർത്ഥനയായി കണക്കാക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിലുണ്ട്. ആ ദൈവം പറയുക, നിനക്ക് പ്രാർത്ഥിപ്പാൻ വേണ്ടും പോലെ പ്രാർത്ഥിപ്പാൻ അറിയത്തില്ല. അടുത്ത വാക്ക് നോക്കി, ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞെരുക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ 28ാമത്തെ വാക്യം നമ്മൾ വായിച്ചോർത്ത് കൊണ്ട് നിർത്തുകയാണ്.
എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. നമുക്ക് ആ വാക്യം പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. ആ വാക്യം നമ്മുടെ പ്രാർത്ഥനകളിലും നമ്മുടെ സാക്ഷ്യത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ടെങ്കിലും ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവർക്കാണ് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നത്. ആമേൻ. ഇനി അതിന്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു അപകടം പിടിച്ചൊരു കാര്യമുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവം സ്നേഹിക്കുന്നവർക്കല്ല, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലതും, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു വാക്കിനെ ഞാൻ നടത്തിയെടുത്ത് പറയട്ടെ. ഞാൻ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകല കാര്യങ്ങളും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഓൾ തിങ്സ്, സകല കാര്യങ്ങളും, സകല കാര്യമെന്നല്ല, സകല കാര്യങ്ങളും എൻ്റെ നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഇനി അതിലെ നന്മ എന്താ? അതിലെ നന്മ എന്താ? നന്മയാണ് വേഴ്സ് 30 മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തിരസ്കരിച്ചും വിളിക്കുന്നു. 29 വാക്യം കൂടെ, തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മ, നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സകല വിഷയങ്ങളും നമ്മുടെ യേശുവിനെ പോലെ ആകേണ്ടതിന് നമുക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുക. മനസ്സിലാകുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത്? യേശുവിൻ്റെ ദിവ്യ സ്വഭാവത്തിലേക്ക് നാം അനുരൂപമാകേണ്ടതിനു വേണ്ടി ഇന്നലെ സംഭവിച്ച പരാജയം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുക. ഇന്നലെ സംഭവിച്ച നഷ്ടം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുക. അത് യേശുവിനോട് എന്നെ കണക്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ അകത്ത് നന്മയായിട്ട് തീരുന്നത്. ആമേൻ. അങ്ങനെയാണെങ്കിൽ എത്ര പേർക്കെന്ന് പറയാൻ സാധിക്കും, എൻ്റെ ജീവിതത്തിന്റെ അകത്ത് ഞാൻ കടന്നുപോയ സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ള സാഹചര്യങ്ങളുടെ അകത്ത് യേശുവിനെ അല്പം കൂടെ ആഴമായിട്ട് എനിക്ക് അറിയാനിടയായി, യേശുവിനെ അല്പം കൂടെ എനിക്ക് ആഴമായിട്ട് അനുഭവിപ്പാൻ ഇടയായി. ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി, കർത്താവേ, ഈ ആത്മീക ജീവിതം എനിക്കൊരു അഭിനയമായി തീരാതെ വണ്ണം യേശുവിനെ അറിയുന്ന ഞാൻ അറിയുന്നത് പോലെ ജീവിക്കാൻ ഇടവരേണ്ടതിന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവിന്റെ നടത്തിപ്പിലേക്ക് എന്നെ ഒന്ന് കൊണ്ടുവരണമെന്ന് എത്ര പേർക്കൊന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കും? ഹല്ലേലൂയ. ആരും എൻ്റെ കൂടെ ഇല്ലെങ്കിൽ പോലും, ആരും എന്നെ അറിയുന്നില്ലെങ്കിൽ പോലും, എന്നെ അറിയുന്നവന്റെ സാന്നിധ്യം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ച് മുന്നേറുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവേ, അങ്ങയുടെ സ്വരൂപത്തോട് ഏകീഭവിക്കുവാൻ എൻ്റെ ജീവിതത്തിന്റെ അകത്ത് സംഭവിക്കുന്ന സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കണ്ണുകളൊക്കെ അടച്ചേ അല്പസമയം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചേ. എല്ലാ കണ്ണുകളും അടയട്ടെ. ദൈവത്തോടൊന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കർത്താവേ, സകലതും എൻ്റെ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുണ്ട്. എന്താ നന്മ? വീട് കിട്ടുന്നതോ, കാറ് കിട്ടുന്നതോ, ജോലി കിട്ടുന്നതോ, PR കിട്ടുന്നതോ ഒന്നും അല്ല നന്മ. നന്മ എന്തെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാം, കർത്താവിന്റെ സാന്നിധ്യത്തിൽ ഞാൻ നടക്കാൻ തുടങ്ങുമ്പോൾ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന എൻ്റെ എല്ലാ വിഷയങ്ങളും യേശുവിനെ പോലെ ആകുവാൻ തക്കവണ്ണം എനിക്ക് വേണ്ടി വ്യാപരിക്കുന്നതാണ് നന്മയെങ്കിൽ ഇന്ന് പകലിൽ പറ, ഞാൻ കടന്നു പോകുന്ന സകല സാഹചര്യങ്ങളും അങ്ങയെ പോലെയാകുവാൻ എന്നെ ആക്കി തീർക്കുന്നതാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ, അതിരങ്ങൾ തുറക്കട്ടെ, ആത്മാവിൽ സ്തോത്രം ചെയ്യട്ടെ. ഇന്ന് രാത്രി ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെടുന്നവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി വ്യക്തി ജീവിതങ്ങൾക്ക്, ദൈവസഭയ്ക്ക്, അഭിഷക്തന്, കുടുംബത്തിനൊക്കെ അനുഗ്രഹമായി തീരുവാൻ
ദൈവപ്രവൃത്തിയായി തീരുവാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് സ്തോത്രം ചെയ്ത് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധ പിതാവേ, അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അഭിഷക്തനായി കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവിടെയുള്ള ശുശ്രൂഷകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ ഈ ദൈവവചന ദൂതിന്റെ മുമ്പാകെ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ കടന്നു പോകുന്ന സകല സാഹചര്യങ്ങളും ഞങ്ങളുടെ നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിച്ച് യേശു ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിലേക്ക് ഞങ്ങളെ പണിതെടുക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ എല്ലാ പണികൾക്കുമായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഓരോ വ്യക്തി ജീവിതങ്ങളെയും ഇവിടെ കുടുംബങ്ങളെയും ഇവിടെ പ്രാർത്ഥന വിഷയങ്ങളെയും ഇന്ന് രാത്രി ഞങ്ങൾ ആത്മാവിൽ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണം. ദൈവമഹത്വത്തിനാക്കി ഞങ്ങളെ തീർക്കുമാറാക്കണം. തമ്മിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും പിന്നെയും ഓർക്കുവാനും ദൈവകൃപയിൽ മുന്നേറുവാനും കർത്താവ് ഇടവരുത്തണം. ഞങ്ങളുടെ നാമത്തെ, ഞങ്ങളുടെ ജനത്തെ, ഞങ്ങളുടെ ദാസനെ, കുടുംബത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. മഹത്വം പങ്കെടുക്കണം യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെല്ലാം